കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റി ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ദൈവവചനം പൊതുജനങ്ങളുടെ ഇടയിൽ ഇത്രമാത്രം വ്യാപകമാക്കിയ വേറെ ഒരു പ്രസ്ഥാനവും ഈ ലോകമെങ്ങുമില്ല എന്ന് പറയുവാനായിട്ട് സാധിക്കും. ലോഗോസ് കിസ് പോലുള്ള വളരെ ജനപ്രിയ പ്രോഗ്രാമുകൾ വഴിയായിട്ട് ഈ ബൈബിൾ സൊസൈറ്റി ദൈവവചനം ആളുകളുടെ ഇടയിൽ എത്തിക്കുന്നതിൽ വിജയിക്കുന്നു. മാത്രമല്ല, ദൈവവചനം ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ജനങ്ങളിലെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിക്കുവാനായിട്ട് ഈ ബൈബിൾ സൊസൈറ്റി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഈ ലോഗോസ് ക്വിസ് കുറച്ച് നാളുകളായി സംഘടിപ്പിക്കുന്ന പുതിയ തലത്തിലുള്ള മത്സരങ്ങൾ. കുടുംബങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുവാനായിട്ട് ഒരു ഫാമിലി ക്വിസ് എന്ന പ്രോഗ്രാം നടത്തുന്നുണ്ട്. കുടുംബങ്ങളിലാണ് വചനം വായിക്കുകയും അത് മനനം ചെയ്യുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടത് എന്നതിൻ്റെ ഉത്തമോദാഹരണമാണ് ഈ ഫാമിലി ക്വിസ് എന്ന് പറയുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ പുറം നാടുകളുള്ളവരെ പോലും അതിശയിപ്പിച്ച ഒരു കാര്യമാണ് ഇവിടെ ഭിന്നശേഷിക്കാർക്കായിട്ട് സംഘടിപ്പിക്കുന്ന മത്സരങ്ങൾ. ബധിരമൂക ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് വർഷങ്ങളായിട്ട് ലോഗോസ് ക്വിസ് സംഘടിപ്പിക്കുന്നുണ്ട്. അവർക്കും ആ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് അവസരം കൊടുക്കുകയും വചനം പഠിക്കുവാനായിട്ടുള്ള താല്പര്യം അവരിൽ ജനിപ്പിക്കുകയുമാണ് ഈ മത്സരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബൈബിൾ സൊസൈറ്റി ഇനിയും പുതിയ പുതിയ മേഖലകളിലേക്ക് വളരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ദൈവവചനം എല്ലാ ജനതകളുടെ ഇടയിലേക്കും എത്തിക്കുക എന്നുള്ള അതിൻ്റെ ആ സ്വപ്നം അത് പൂവണിയട്ടെ. എല്ലാവിധ ആശംസകളും ബൈബിൾ സൊസൈറ്റിക്ക് നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ പ്രിയ പ്രേക്ഷകരെ, ലോഗോസ് ക്യൂസ് പ്രതിഭാ മത്സരവേദി 2025 ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ 6ാമത്തെ റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ 6ാമത്തെ റൗണ്ടിന്റെ പേരാണ് ക്രീഡ് റൗണ്ട്. ക്രീഡ് റൗണ്ട് 6ാമത്തെ റൗണ്ടിന്റെ പേരാ ക്രീഡ് അഥവാ ക്രേഡോ വിശ്വാസം. വിശ്വാസത്തിന്റെ ക്രമന്യുതമായ പ്രസ്താവനയാണല്ലോ നമ്മൾ ഈ ക്രീഡ് എന്ന് പറയുന്നത്. വിശ്വാസ പ്രമാണം എന്നൊക്കെ നമ്മളത് പറയാറുണ്ട്. വിശ്വാസ പ്രമാണത്തിന്റെ ചില ഭാഗങ്ങൾ നമ്മുടെ ഈ വചനഭാഗത്തുണ്ട്. പ്രത്യേകിച്ച് എഫേസ്യസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. വിശ്വാസ പ്രമാണത്തിന്റെ ഉദാഹരണത്തിന് 4-ാം അധ്യായം 4-ഉം 5-ഉം വചനം ഇങ്ങനെയാണ്: ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ. സകലത്തിലും ഉപരിയായി സകലത്തിലൂടെയും സകലത്തിലും വർത്തിക്കുന്നവനും നമ്മുടെ എല്ലാം പിതാവുമായ ദൈവം ഒരുവൻ മാത്രം. അതിൽ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ ഒരു തലം അവിടെ അടങ്ങിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ സെക്ഷൻ ക്രീഡാണ്. വിശ്വസിക്കുക. ഈ വിശ്വസിക്കുന്നവർക്ക് അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനും സാധിക്കും എന്നതാണ്. റാപ്പിഡ് റൗണ്ടാ. ആത്മവിശ്വാസത്തോടുകൂടി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു റൗണ്ടാണ്. ചോദ്യങ്ങൾ ചിലപ്പോൾ കഠിനമാണ് എന്ന് തോന്നാം, പക്ഷെ കഠിനമല്ല വിശുദ്ധ ഗ്രന്ഥം ഈ പഠിച്ചിട്ടുള്ളവർക്ക്. ഇവർ ഇതിനെ പച്ചവെള്ളം പോലെ അരിച്ച് കലക്കി പഠിച്ചിട്ടുള്ളവരാ. ഇവരെ സംബന്ധിച്ച് അവയൊന്നും കഠിനമല്ലായിരിക്കും. നമ്മളെ സംബന്ധിച്ച് അത് കഠിനമാണ് എന്ന് നമുക്കറിയാം. അപ്പോഴും ഇവരിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ഈ ക്രീഡ് റൗണ്ടിൽ റാപ്പിഡ് ക്വസ്റ്റ്യനുകൾ നൽകുകയാണ്. അത് നൽകുന്ന രീതിയെക്കുറിച്ചും അതിൻ്റെ ചോദ്യ തലത്തെക്കുറിച്ചുമെല്ലാം അമീഷ പറയുന്നതായിരിക്കും. 12 ചോദ്യങ്ങളായിരിക്കും ഈ ഒരു റൗണ്ടിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു ചോദ്യത്തിന് 1.5 മാർക്ക് വീതമായിരിക്കും ഇവർക്ക് ലഭിക്കുന്നത്. എല്ലാ ചോദ്യങ്ങൾക്കും ശരിയുത്തരം പറഞ്ഞാൽ 20 മാർക്കായിരിക്കും ഇവർക്ക് ലഭിക്കുന്നത്. അത് എല്ലാ ചോദ്യങ്ങൾക്കും ശരിയുത്തരം പറയുന്നത് കൊണ്ട് 2 മാർക്ക് നിങ്ങൾക്ക് ബോണസ് ആയിട്ട് നൽകുന്നതായിരിക്കും. എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പൊ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ 6ാമത്തെ റൗണ്ടിലേക്ക് പ്രവേശിച്ചാലോ? 6ാമത്തെ റൗണ്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ടാണ് ചോദ്യങ്ങൾ കൊടുക്കുന്നത്. ഒരു ചോദ്യാവലി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ.
അത് അവർ ഇഷ്ടമുള്ളത് അവർ തിരഞ്ഞെടുക്കട്ടെ. നമ്മുടെ 6 ചോദ്യാവധികളുണ്ട്. അപ്പോൾ അമിത്ഷാ കൊണ്ടുപോയി അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക, അവരിഷ്ടമുള്ളത് എടുക്കുക, എടുത്ത് മേശപ്പുറത്ത് വെക്കണം, തുറന്നു നോക്കരുത്. എന്നിട്ട് ഞാൻ അവരോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി വരുമ്പോൾ അവരതെനിക്ക് എടുത്തു തരിക, ഞാനത് തുറന്ന് ആ ചോദ്യങ്ങൾ അവരോട് ചോദിക്കുന്നുണ്ടായി. ജാൻവിയിൽ നിന്നാണ് തുടങ്ങുന്നത്. ജാൻവിയിലേക്ക് ഞാൻ വരികയാണ്. ജാൻവി അപ്പോൾ എനിക്ക് ആ ചോദ്യങ്ങൾ എനിക്ക് തരിക, ഞാൻ തുറന്ന് ജാൻവിയോട് ചോദിക്കും. അപ്പോൾ സമയം ഇവിടെ ടിക്ക് തുടങ്ങുന്നതായിരിക്കും. സെറ്റ് നമ്പർ 3. റെഡി? ആർ യു റെഡി? ഓക്കെ, ലെറ്റ്സ് ഗോ. ദൈവത്തിന്റെ ക്രോധം ആരുടെ മേൽ നിബന്ധിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്? അനുസരണമില്ലാത്ത മക്കളുടെ മേൽ. അറിവിനെ അതിശയിക്കുന്ന എന്ത് ഗ്രഹിക്കാൻ നിങ്ങൾക്കിടയാകട്ടെ എന്നാണ് പൗലോസ് പറയുന്നത്? സ്നേഹം. അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപി ഏത്? അന്തരീക്ഷ ശക്തികളുടെ അധീശൻ. ഗലീലയിൽ നിന്നും യേശുവിനോട് കൂടെ വന്ന സ്ത്രീകൾ സാപത്തിൽ എന്ത് ചെയ്തു? നിയമാനുസൃതം വിശ്രമിച്ചു. യേശുവിന്റെ പിന്നാലെ കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തുകൊണ്ട് പോയത് ആര്? സ്ത്രീകളുടെ സമൂഹം. ഗുരു, നീ ശരിയായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞത് ആര്? നിയമജ്ഞരിൽ ചിലർ. 1000 സ്വർണ്ണ നിക്ഷേപണങ്ങളെക്കാൾ അക്ഷയമായത് എന്ത്? സൽകീർത്തി. എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നത് എന്ത്? പാസ്. ഉറയുമ്പോൾ കൂർത്ത മുള്ളുപോലെ ആകുന്നത് എന്ത്? പാസ്. ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രമായത് ആര്? മോശ. അവൾ ഒരിക്കലും പുരുഷനെ അറിഞ്ഞിരുന്നില്ല. ആര്? ജഫ്തയുടെ പുത്രി. സാംസനെ വശീകരിക്കണമെന്ന് ആവശ്യമായി ദലീലയെ സമീപിച്ചത് ആര്? ഫിലിസ്തീനയുടെ നേതാക്കന്മാർ. എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നത് എന്ത്? ജീവിക്കുകയും നിലനിൽക്കുകയും. അത് പാസ് പറഞ്ഞ ചോദ്യമാണ് മോളെ, ടൈമായി. അപ്പൊ ഞാൻ ഒന്നും കൂടി ചോദിച്ചതാണ് കേട്ടോ. ഓക്കെ, 12 ചോദ്യങ്ങളിൽ മോളെ 10 ചോദ്യങ്ങൾ മോൾ കറക്റ്റായിട്ട് ഉത്തരം നൽകിയിട്ടുണ്ട്. 2 എണ്ണം പാസ് പറഞ്ഞ് വിടുകയാണ് ചെയ്തത്. അപ്പോൾ ഈ 10 ചോദ്യങ്ങളിൽ നിന്നും 15 മാർക്ക് ലഭിച്ചിരിക്കുന്നു എന്നത്. ഓക്കെ, എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുക്കും. സെറ്റ് നമ്പർ 4 റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, ഓക്കെ, ലെറ്റ്സ് ഗോ. സകല നന്മയിലും നീതിയിലും സത്യത്തിലും പ്രത്യക്ഷപ്പെടുന്നത് എന്താണ്? നന്മ. ഏത് കാര്യത്തിലും ആത്മാവിന്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്? പാസ്. പാപം വഴി മരിച്ചവരായിരുന്നിട്ടും നമ്മോട് മഹത്തായ സ്നേഹം കാണിച്ചത് ആര്? ദൈവം. സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും തയ്യാറാക്കിയത് ആര്? യേശു. ഗലീലയിൽ നിന്ന് വന്ന യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ. യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് പരിഹസിച്ചത് ആര്? പ്രമാണികൾ. അവന്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട് അവർ മൗനം അവലംബിച്ച് അവർ ആര്? പ്രധാന പുരോഹിതർ. എന്ത് കാര്യത്തിലാണ് കണക്ക് വെക്കേണ്ടത്? പാസ്. സ്വധർമ്മത്തോട് വിശ്വസ്തത പുലർത്തുന്നത് എന്ത്? വിശ്വസ്തത. ചൂട് ശമിച്ച് ഉന്മേഷം ഉണ്ടാകുന്നത് എപ്പോൾ? മഞ്ഞ് പെയ്യുമ്പോൾ. കർത്താവ് മോശയെ വിശുദ്ധീകരിച്ചത് എങ്ങനെ? വിശുദ്ധ തൈലം കൊണ്ട്. ജഫ്തായെ തോബ് ദേശത്ത് നിന്നും കൂട്ടിക്കൊണ്ടുവരാൻ പോയത് ആരാണ്? ടൈം ഔട്ട്. ഓക്കെ കുട്ടി, ഇത്തിരി പതറിപ്പോയി എന്ന്, പക്ഷേ ഏകദേശം ഉത്തരവൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. നോക്കട്ടെ, ജൂറി അത് പറയുന്നതായിരിക്കും. ഷെർമി കർമുവും 12 ചോദ്യങ്ങൾ അഭിമുഖീകരിച്ചതിൽ നിന്നും 1 ശരിയും 2 പകുതി ശരിയും പറഞ്ഞു. അങ്ങനെ എത്ര മാർക്കാണ് ജൂറിമാർ തരുന്നത്? 3 മാർക്കാണ് ഈ 20 മാർക്കിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഒരു നല്ലൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു. നല്ലൊരു കയ്യടി കൊടുക്കുക. സെറ്റ് നമ്പർ 2. ഷിബു തോമസ്, ആർ യു റെഡി? റെഡിയാണോ? ഓക്കെ, റിലാക്സ്ഡ്, കൂൾ. ഓക്കെ, നമ്മൾ തുടങ്ങാൻ പോകുന്നു. ഹിയർ വി ഗോ. കുട്ടികളെ എങ്ങനെ വളർത്തുവിൻ എന്നാണ് പൗലോസ്ലീഹ പിതാക്കന്മാർ ഉപദേശിക്കുന്നത്? കർത്താവിന്റെ ചൂഷണത്തിലും ഉപദേശത്തിലും. നമുക്ക് കൃപ നൽകപ്പെട്ടിരിക്കുന്നത് എന്തിനനുസൃതമായിട്ടാണ്? അവിടുത്തെ ദാനങ്ങൾക്ക് അനുസൃതമായി. ക്രിസ്തുവിന്റെ രക്തം വഴി നമുക്ക് കൈവന്നിരിക്കുന്നത് എന്ത്?
അവിടുത്തെ പാവമോചനവും രക്ഷയും. ഗലീലയിൽ നിന്നും യേശുവിനോട് കൂടെ വന്ന സ്ത്രീകൾ ആരോടൊപ്പമാണ് പോയത് യേശുവിന്റെ കല്ലറ കണ്ടത്? നിക്കോദോമോസ്. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് ആര്? പീലാത്തോസ്. യേശു ശിമേനോട് തിരിച്ചു വന്ന് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? പാസ്. ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്നും എവിടേക്ക് പോകുന്നു? നാശത്തിലേക്ക്. സർവശക്തനായ കർത്താവ് നിരീക്ഷിക്കുകയും ചെയ്യുന്നത് എന്ത്? കാലത്തിന്റെ സൂചനകൾ. മഞ്ഞിറങ്ങി വരുന്നത് എന്തുപോലെയാണ്? പാസ്. അബ്രാഹത്തിന് സമനായ ആരുമില്ലാത്തത് എന്തിൽ? ദൈവദൂതന്മാർക്ക്. മനോവ എന്തിനെയാണ് കർത്താവിന് ബലിയർപ്പിച്ചത്? ആട്ടിൻകുട്ടിയെ. ലേവ്യാനും അവന്റെ ഉപനാരിയും രാത്രി താമസിക്കാൻ ചെന്ന പട്ടണം ഏത്? ഗിബയ. ഓക്കെ, ലാസ്റ്റത്തത് ഇല്ല, അല്ല, ടൈം കഴിഞ്ഞു പോയി. ഓക്കെ, ഷിബു തോമസ് 12 ചോദ്യങ്ങൾ ഉണ്ടായതിൽ നിന്നും 4 ശരിയും 2 പകുതി ശരിയുമായിരുന്നു എന്നത്. അപ്പോൾ അതിങ്ങനെ കണക്കൂട്ടി നോക്കുമ്പോൾ ഏകദേശം ഒരു 7.5 മാർക്കാണ് എന്ന് തോന്നുന്നു. 7.5 ആണോ ജൂറി? 7.5 മാർക്കാണ് ഷിബു തോമസിന് കിട്ടിയിരിക്കുന്നത്. 20-ൽ നിന്നും 7.5 നേടി എന്നത് ഒരു ചെറിയ മാർക്കല്ല, മനോഹരമായിട്ട് തന്നെ പോകുന്നുണ്ട്. വലിയൊരു കയ്യടി കൊടുക്കുക. റെഡിയാണോ? റെഡിയാണല്ലേ? സെറ്റ് നമ്പർ 5 റെഡി? റെഡി. ഹിയർ വി ഗോ. നാം ഒരേ ശരീരത്തിന്റെ അവയവങ്ങൾ ആയതുകൊണ്ട് എന്ത് വെടിയണമെന്നാണ് പൗലോസ് പറയുന്നത്? വ്യാജം വെടിഞ്ഞ്. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം ക്രിസ്തു ഇല്ലാതാക്കിയത് എങ്ങനെ? തന്റെ ശരീരത്തിലൂടെ. വിജാതിയരുടെ എന്തിനെക്കുറിച്ച് പ്രസംഗിക്കാനുള്ള വരമാണ് പൗലോസ് നൽകപ്പെട്ടത്? ക്രിസ്തുവിന്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച്. എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നത് എന്ത്? പാവമോനത്തിനുള്ള അനുതാപം. നീ യഹൂദരുടെ രാജാവാണോ എന്ന് ചോദിച്ചത് ആര്? ഫിലിപ്പോസ്. ദേവാലയത്തിൽ വെച്ച് യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് ആര്? ന്യായാധിപൻ, നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും. പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ നിഷ്പ്രയോജനമായത് എന്ത്? നിഗൂഢ ജ്ഞാനവും അജ്ഞാത നിധിയും. സ്വർഗീയ ഔന്നത്യത്തിന്റെ അഭിമാനം എന്ന പ്രഭാഷകൻ വിശേഷിപ്പിക്കുന്നത് എന്തിനെ? തെളിഞ്ഞ ആകാശവിധാനം. എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നത് എന്ത്? മഞ്ഞ് പ്രത്യക്ഷമാവുമ്പോൾ. കർത്താവ് മഹിമയുടെ പൂർണ്ണത അണിയിച്ചത് ആരെ? അഹറോന്. 10 ചോദ്യങ്ങളാണ് ചോദിച്ചത്. 10നും എനിക്ക് തോന്നുന്ന ഉത്തരം പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എൻ്റെ കുട്ടി കുറച്ചുകൂടി സ്പീഡിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് 12 തീർക്കാമായിരുന്നല്ലോ. ആലോചിക്കണ്ടേ? ആനി ജോർജ് 12 ചോദ്യങ്ങളിൽ നിന്നും 9 ശരി എന്നാണ് പറയുന്നത്. അവിടെ 9ാമത്തെ ചോദ്യത്തിലെ മഞ്ഞെന്നാണ് പറഞ്ഞു പോയത്. മൂടൽ മഞ്ഞായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം 10 ചോദ്യം ചോദിച്ചുള്ളൂ. 10 ചോദ്യത്തിൽ 9ലും അതിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. എനിവേ 13.5 മാർക്ക് അങ്ങനെ ലഭിച്ചു കഴിഞ്ഞിരിക്കുക. വലിയൊരു കയ്യടി കൊടുക്കുക. സെറ്റ് നമ്പർ 6. ഹിയർ വി ഗോ. എഫെസോസുകാർ എങ്ങനെ നവീകരിക്കപ്പെടണമെന്നാണ് പൗലോസ് പറയുന്നത്? പാസ്. വിശുദ്ധർക്ക് അവകാശമായി അവിടെ നിന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്താണ്? മഹത്വത്തിന്റെ സമൃദ്ധി. ശരീരം കൊണ്ട് വിജാതിയിലായിരുന്നപ്പോൾ എഫെസോസുകാർ എന്തിനെ അപരിചിതരായിരുന്നു? ഉടമ്പടിയുടെ വാഗ്ദാനത്തിന്. യേശു ശിഷ്യന്മാരോട് എന്ത് പറഞ്ഞപ്പോഴാണ് അവർ ഭയന്ന് വിറച്ചത്? നിങ്ങൾക്ക് സമാധാനം. 10 നാണയത്തിന്റെ ഉപമയിൽ പ്രഭുവിനെ വെറുത്തിരുന്നത് ആര്? അവന്റെ പൗരന്മാർ. ആകാശ സൈന്യങ്ങളുടെ ആ പ്രകാശഗോപുരം എന്ന പ്രഭാഷകൻ വിശേഷിപ്പിക്കുന്നത് എന്തിനെ? ചന്ദ്രനെ. എല്ലാ തലമുറകൾക്കുമുള്ള അനുതാപത്തിന്റെ മാതൃക ആര്? ഹെനോക്ക്. നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമായത് എന്ത്? അഹറോൻ അണിച്ചിരുന്ന തലപ്പാവ്. ഗിലെയാദ്കാർ എഫ്രാമിന്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് പറഞ്ഞത് ആര്? എഫ്രൈംകാർ. ഇസ്രായേൽ തങ്ങളുടെ പെൺകുട്ടികളെ ആർക്ക് വിവാഹം ചെയ്തു കൊടുക്കില്ലെന്നാണ് ശബ്ദം ചെയ്തത്? ബെഞ്ചമിൻ വംശജന്. ന്യായാധിപനായ ജഫ്ത മരിച്ചതിന് ശേഷം അടക്കപ്പെട്ടത് എവിടെ? ജഫ്ത ഗിലെയാദിൽ. ഗിലെയാദിലെ സ്വപട്ടണമായ ഗിലെയാദിൽ. ഓക്കെ, തീർന്നു. 11 ചോദ്യങ്ങൾ ചോദിച്ചു. 11 ചോദ്യങ്ങളിൽ ഏകദേശം നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്.
12ലേക്ക് വരാമായിരുന്നു. 12ാമത്തെ ചോദ്യത്തിനും ഉത്തരം ചിലപ്പോൾ അറിയാമായിരിക്കും. സാംസൺ എത്ര നാൾ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു? 20 വർഷം. അതും അറിയാമായിരുന്നു എന്നാ. അപ്പൊ കിട്ടേണ്ടതായിരുന്നു. ഇത്തിരി അങ്ങോട്ട് എവിടെയോ ഒരു പതർച്ച വന്നുകൊണ്ട് നമുക്ക് ആ സമയം ഒരു ടെൻഷൻ. അതന്നെ താട്ട് ചെയ്തപ്പോൾ പാസിന് പെട്ടെന്ന് പറഞ്ഞപ്പോൾ ആകെ ഇതായി പോയതാണ്. സാരമില്ല, നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. നമുക്ക് ജൂറിയിലേക്ക് നോക്കാം. ജൂറി എന്ത് പറയുന്നതെന്നറിയാം. 11 ചോദ്യങ്ങളാണ് ഉത്തരം ഉണ്ടായിരുന്നത്. അതിൽ 8 ശരി വന്നു. പിന്നെ ഇടക്ക് എവിടെയൊക്കെയോ വിട്ടുപോയി. അഹറോൻ്റെ തലപ്പാവല്ല, അഹറോൻ്റെ കിരീടമാണ് എന്നതാണ്. പിന്നെ ചന്ദ്രനല്ല, ചന്ദ്രക്കലയാണ് എന്നതൊക്കെ അവിടേക്ക് വിട്ടുപോയായിരുന്നു. അതുകൊണ്ട് തന്നെ 8 ശരിയായിട്ടുണ്ട്. ഈ 11-ൽ 8 ശരിയെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 12 മാർക്ക് അല്ലേ? 12 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. വളരെ നല്ലൊരു മാർക്ക് തന്നെയാണ്. ഒരു വലിയൊരു കയ്യടി നമുക്ക് കൊടുക്കാം. സെറ്റ് നമ്പർ 1. ജോഹാൻ, ആർ യു റെഡി? അപ്പോൾ ഹിയർ വി ഗോ. പൗലോസ്ലീഹ ആർക്കാണ് കൃപയും നിത്യജീവനും ആശംസിക്കുന്നത്? എഫേസോസ്. പാസ്. മനുഷ്യർ കൗശലപൂർവ്വം വക്രതയാർന്ന ഉപദേശങ്ങൾ നൽകുന്നത് എന്തിനാ? പാസ്. എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന ക്രിസ്തുവിന്റെ പൂർണ്ണത ഏത്? സഭ. പീലാത്തോസിന്റെ അടുത്തെത്തി അരിമത്യക്കാരൻ ജോസഫ് ചോദിച്ചത് എന്ത്? അവൻ യേശുവിന്റെ ശരീരം. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെ യേശുവിനോട് നിർബന്ധിച്ച് പറഞ്ഞത് എന്ത്? ഞങ്ങളോടുകൂടി താമസിക്കുക. സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ ഗത്സമേനിയിൽ പ്രത്യക്ഷപ്പെട്ടത് എന്തിന്? യേശുവിനെ ശക്തിപ്പെടുത്താൻ. നിത്യനിന്ദയ്ക്ക് പാത്രമാകുന്നത് ആര്? പാപികളുടെ സന്താനങ്ങൾ. കർത്താവിന്റെ പ്രവർത്തികൾ നിർവഹിക്കപ്പെടുന്നത് എന്തുവഴി? അവിടുത്തെ വചനം വഴി. കർത്താവിന്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാര നിര എന്ന് പ്രഭാഷകൻ വിശേഷിപ്പിക്കുന്നത് എന്തിനെ? നക്ഷത്രങ്ങളുടെ ശോഭ. തികഞ്ഞ നീതിമാൻ എന്ന് പ്രഭാഷകൻ വിശേഷിപ്പിക്കുന്നത് ആരെ? നോഹ. ബാലാക്കിന്റെ പിതാവ് ആര്? സിപ്പോർ. കർത്താവിന്റെ ആത്മാവ് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ വെച്ച്? മഹനേദാനിൽ വെച്ച്. മനുഷ്യർ കൗശലപൂർവ്വം വക്രതയാർന്ന ഉപദേശങ്ങൾ നൽകുന്നത് എന്തിന്? ആടിയിലേകയോ തൂത്തെറിയപ്പെടുകയോ ചെയ്യാൻ. പൗലോസ്ലീഹ ആർക്കാണ്? പാസ്. മോനെ, നല്ല പോലെ പെർഫോം ചെയ്തായിരുന്നു. ആദ്യത്തെ 2 പാസ് ആയി പോയെങ്കിലും തിരിച്ച് ഞാൻ 2ാമത്തെ ചോദ്യത്തിലേക്ക് വന്നത് ഓർമ്മയുണ്ടോ? തിരിച്ച് വന്നായിരുന്നു. അത്രയ്ക്ക് സ്പീഡിൽ നമുക്ക് പോകാൻ സാധിച്ചു. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഏകദേശം എല്ലാത്തിലും ഏകദേശം ഉത്തരം പറഞ്ഞതായിട്ടാണ്. 2 പാസ് പറഞ്ഞല്ലേ? 2 പാസ്സേ വന്നുള്ളൂ, പിന്നെ പാസ് വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെയും ചോദിച്ച് സമയം കിട്ടിയായിരുന്നു. അപ്പോൾ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കൂട്ടാ. നോക്കട്ടെ, നമുക്ക് ജൂറിയിലേക്ക് നോക്കാം. അവർ അത് എന്ത് പറയുന്നെന്ന് നോക്കട്ടെ. ജോഹാൻ 12 ചോദ്യമാണല്ലോ ചുണ്ടായത്. അതിൽ ശരിക്കും പറഞ്ഞ 13 ചോദ്യം ഞാൻ ജോഹാനോട് ചോദിച്ചു കഴിഞ്ഞു ഇല്ലേ? ഒരു ചോദ്യം വീണ്ടും വന്നായിരുന്നു. അതിൽ 9 ശരി കിട്ടിയിട്ടുണ്ട്. 9 ശരിയും കിട്ടി. പിന്നെ ഒരു ചോദ്യത്തിന് പകുതി ശരിയും കിട്ടിയിട്ടുണ്ട്. നിത്യനിന്ദയ്ക്ക് പാത്രമാകുന്നത് ആര് എന്നത് പാപികളുടെ സന്താനങ്ങളുടെ തലമുറ എന്ന് പറയാൻ വിട്ടുപോയി. അത് സ്പീഡായതുകൊണ്ടാണ്. സാരമില്ല. പക്ഷെ ഇത്രയും കിട്ടിയിട്ടുണ്ട്. വളരെ നല്ലപോലെ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര മാർക്കാണ്? 14.4. അങ്ങനത്തെ ഒരു കാല് വന്നിട്ടുണ്ട്. ഓക്കെ, നല്ല മാർക്കാണത്. എല്ലാവരും കൈയടിക്കുക. ക്രീഡ് റൗണ്ട് അവസാനിക്കുകയാണ്. അതിനു മുമ്പ് അടുത്ത റൗണ്ടിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ ഈ പെഷാത്ത് റൗണ്ട്, നമ്മൾ എഴുതിയ ഒരു റൗണ്ടായിരുന്നല്ലോ അത്. ആ പെഷാത്ത് റൗണ്ടിൻ്റെ മാർക്കെല്ലാം ജൂറിമാർ നോക്കിക്കഴിഞ്ഞു. അതിൻ്റെ ആ മാർക്കുകൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ. അപ്പോൾ അമീഷ, നമ്മുടെ ലോഗോസ് പ്രതിഭ ക്യൂസ് മത്സരത്തിന്റെ 6ാമത്തെ റൗണ്ടും ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു റൗണ്ടിന്റെ മാർക്ക് ഒരു സർപ്രൈസ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5ാമത്തെ റൗണ്ട് നമ്മുടെ പെഷാത്ത് റൗണ്ടിന്റെ മാർക്കായിരിക്കും ഇപ്പോൾ പറയുന്നത്. മൊത്തത്തിൽ 10 മാർക്കായിരുന്നു ആ റൗണ്ടിന് ഉണ്ടായിരുന്നത്. ആ 10 ലഭിച്ച മാർക്കാണ് ഇപ്പം അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ജാൻവി 4.75, ഷെർമി 4, ഷിബു 6.5, ആനി 6, നിഫി 4, ജോഹാൻ 4. അങ്ങനെ നമ്മുടെ പ്രതിഭാ മത്സരത്തിന്റെ 6 റൗണ്ടുകൾ പൂർത്തിയാവുകയാണ്. ഈ 6 റൗണ്ടുകൾ അവസാനിക്കുമ്പോൾ നമ്മുടെ മത്സരാർത്ഥികളുടെ സ്കോർ ബോർഡ് ഇങ്ങനെയാണ്. ജാൻവി ആൻഡ് ജോസി 29.75 മാർക്ക്, ഷെർമി കാർമു 27 മാർക്ക്, ഷിബു തോമസ് 59 മാർക്ക്, ആനി ജോർജ് 44.5 മാർക്ക്,
നിഫി ജി പോൾ 51 മാർക്ക്. ജോഹാൻ എൻ ബിനോയ് 53.25 മാർക്ക്. അപ്പോൾ മാർട്ടിനച്ച നമ്മുടെ റാപ്പിഡ് റൗണ്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി അല്ലേ? നല്ല രീതിയിൽ പോയി. നല്ല വളരെ പെർഫോമൻസ്. ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റൗണ്ട് ആയിരുന്നു അത്. ഒരു പ്രത്യേക എനർജി വന്നതുപോലെയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു റാപ്പിഡ് റൗണ്ട്? സന്തോഷമാണോ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു റൗണ്ടിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? കുഴപ്പമുണ്ടായില്ല. നിശബ്ദമായ ഒരു പുഞ്ചിരിയാണ് അവർ തരുന്നത്. അടുത്ത റൗണ്ട് എങ്ങനെയായിരിക്കും? ഉണ്ടായില്ലെന്ന് പറഞ്ഞു. ആണോ? അടുത്ത റൗണ്ട് എങ്ങനെയായിരിക്കുമെന്നായിരിക്കും ഇപ്പൊ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? സോ അധികം വൈകാതെ തന്നെ നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ 7ാമത്തെ റൗണ്ടാണ്. പെരിപ്പെത്തേയ എന്നാണ് ഈ റൗണ്ടിന്റെ പേര്. പെരിപ്പത്തേയ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് സാഹിത്യ സങ്കേതം ആണത്. ഒരു ലിറ്റററി ഡിവൈസ് എന്നൊക്കെ പറയുന്നതാണ്. ഒരു ആഖ്യാനം നമ്മളിങ്ങനെ വായിച്ചിങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് അതിൽ നിന്നും ബന്ധമില്ലാത്ത വേറൊരു ആഖ്യാനം ഇങ്ങനെ അവിടെ കടന്നു വരുന്നു. ഉദാഹരണമായിട്ട് ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിലെ ഈശോനാഥൻ നിർഭയം സാക്ഷ്യം നൽകുക എന്ന് ശിഷ്യന്മാരെ ഇങ്ങനെ അവരെ ഉത്തേജനം നൽകുകയാ, പ്രോത്സാഹിപ്പിക്കുകയാ. നിങ്ങൾ ഒന്നും കൊണ്ടും ഭയപ്പെടേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്തെ ഒരുവൻ ജനക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേറ്റിട്ട് ചോദിക്കുകയാണ്, എൻ്റെ സഹോദരനുമായിട്ട് സ്വത്ത് ഭാഗം വയ്ക്കുന്നതിന് നീ ഒന്ന് ഇടപെടുമോ എന്ന് ചോദിക്കുമ്പോൾ നോക്കുക, ഈ ഒരു സുന്ദരമായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അതുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾ എഴുന്നേറ്റിട്ട് വേറൊരു കാര്യം കൊണ്ടുവരിക. അങ്ങനെ ഇതിൻ്റെ ഫ്ലോ അങ്ങ് മാറി വേറെ തരത്തിലേക്ക് മാവുകയാണ്. അങ്ങനെയാണ് പിന്നീട് ഈശോ ധനവാന്മാരെ ദുരിതം എന്നൊക്കെ പറയുന്നതും ധനവാന്റെ ഉപമയൊക്കെ അവിടെ കടന്നു വരികയൊക്കെ എല്ലാം ചെയ്യുന്നത്. നോക്കുക, വന്ന് ചെയ്തിരുന്ന വിഷയത്തിൽ നിന്ന് പെട്ടെന്നൊരു ഷിഫ്റ്റ് സംഭവിക്കുന്നു. അങ്ങനെ ഒരു ഷിഫ്റ്റാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഈ പെരിപ്പത്തേയ എന്ന ഈ റൗണ്ടിൻ്റെ പ്രത്യേകത, ഇത് GK റൗണ്ടാണ്. GK റൗണ്ടാണ്. ഇവിടെ ജനറൽ നോളജാണ്. ബൈബിള് മാത്രം നമ്മൾ പഠന ഭാഗം മാത്രം പഠിച്ചാൽ പോരാ. ഇവർക്ക് പല പുസ്തകങ്ങളും പല പഠന സഹായികളും ഇവർക്ക് നൽകിയിട്ടുണ്ട്. അതും വായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെല്ലാം ബേസ് ചെയ്തുകൊണ്ട് ബൈബിള് സംബന്ധമായ മറ്റു പല ചോദ്യങ്ങളും ആനുകാലികമായ പല ചോദ്യങ്ങളും ഇനി ഇവിടെ കടന്നു വരുന്നതായിരിക്കും. അതാണ് ഒരു ഷിഫ്റ്റ് എന്നറിയപ്പെടുന്നത്. ഈ ചോദ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ആൻറ്റി ക്ലോക്ക് വൈസാണ് ഈ ചോദ്യം വരുന്നത്. ഒരാളോട് ഒരു ചോദ്യം ചോദിക്കും. ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഉദാഹരണമായിട്ട് നമ്മൾ ജോഹാനോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യം ജോഹാനുള്ളതാണ്. ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്കും ആ ചോദ്യം അറിയാവുന്ന ആർക്കും ആദ്യം ബസർ അമർത്താം. ഇനി ജോഹാൻ ഉത്തരം പറഞ്ഞില്ലെങ്കിലോ ജോഹാൻ എപ്പോഴും ബസർ അമർത്തണ്ട. ജോഹാനോടുള്ള ചോദ്യത്തിന് ജോഹാൻ ബസർ അമർത്തരുത്. ജോഹാൻ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ആരാണ് ബസർ അമർത്തിയിട്ടുള്ളത് അയാളിലേക്ക് ആ ചോദ്യം പോകും. ആ ചോദ്യത്തിന് അയാൾ ഉത്തരം പറയുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് മാർക്ക് കിട്ടും. 10 മാർക്ക് അയാൾക്ക് തന്നെ കിട്ടും. ബസർ അമർത്തിയ ആള് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ 10 മാർക്ക് അവിടെ മൈനസ് ആവുകയാണ്. കാരണം ഇതൊരു റിസ്ക്കാണ്. ഇവിടെ നിന്നും മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും, ഒപ്പം ഇവിടെ നിന്ന് തന്നെ താഴേക്ക് പോകാനും സാധിക്കും എന്നോർക്കുക. ഇത് റിസ്ക് എടുത്താലുള്ളൂ. ഇനിയുള്ള 2 റൗണ്ടുകളിൽ നമ്മൾ റിസ്ക് എടുക്കണം. ഇത് റിസ്ക് എടുത്ത് തന്നെ മുന്നോട്ട് പോയാലേ അവസാനം വിജയിയെ നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി ബസർ അമർത്തിയിട്ടും തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അവിടെ ആ നോർമലായിട്ട് നമ്മൾ വീണ്ടും ചോദിക്കുക. അതായത് ജോഹാനിൽ നിന്നും തുടങ്ങിയല്ലോ. ഇവിടെ ഈ ജാൻവി ആയിരുന്നു ബസർ അമർത്തിയത്. ജാൻവിക്ക് അത് പറയാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് 3ാമത് ഇവിടെ നിന്ന് തുടങ്ങും. ചോദ്യങ്ങൾ ഇങ്ങനെ വരുന്നതായിരിക്കും എന്നതാണ്. അപ്പോൾ കിട്ടുന്ന മാർക്ക് 5 മാർക്ക് മാത്രമേ ആയിരിക്കുകയുള്ളൂ. എനിവേ, ലെറ്റ് us begin. അമീഷ,
മാർട്ടിനച്ചൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു റൗണ്ടിൻ്റെ നിയമാവലി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. ബസർ അമർത്തിയതിനു ശേഷം തെറ്റുത്തരമാണെങ്കിൽ -10 മാർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ജോഹാനിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. അച്ഛാ, ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചോദ്യം ആരോടാണ് ചോദിക്കുന്നത് അവർ ബസർ അടിക്കേണ്ട. ജോഹാൻ അപ്പോൾ കൈ അവിടെ നിന്ന് മാറ്റിക്കോ. ഓക്കെ, ചോദ്യം ജോഹാനോട്, അതുകൊണ്ട് റിലാക്സ് ആയിട്ടിരുന്നു. ബാക്കിയുള്ളവർ കൈ അവിടെ വെക്കുക. ഓക്കെ, ഈ ചോദ്യം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഉത്തരമുണ്ടെങ്കിൽ അതടിക്കുക. എന്നിട്ട് അവർക്ക് ജോഹാന് പറയാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അവസരം കിട്ടുന്നതായിരിക്കും. അങ്ങനെയാണോ? ഓക്കെ, ക്ലിയർ. അപ്പോൾ ലെറ്റ്സ് ഗോ. ജോഹാൻ റെഡിയാണോ? ബാക്കിയുള്ളവരെല്ലാവരും റെഡിയാണോ? ഓക്കെ, ലെറ്റ്സ് ഗോ. ഫ്രാൻസിസ് പാപ്പയുടെ അവസാനത്തെ ചാക്രിക ലേഖനമായ ദിലക്സിസ് നോസ് അടിസ്ഥാനപ്പെടുത്തുന്ന ബൈബിൾ വാചകം ഏതാണ്? അറിയില്ല എന്നാണ് ജോഹാൻ പറഞ്ഞിരിക്കുന്നത്. ആരും ബസർ അമർത്തിയില്ലാത്തത് കൊണ്ട് ഇനി 5 മാർക്കിന്റെ ചോദ്യമായിട്ടാണിത് പരിണമിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ചാൻസ് നിഫിക്കാണ്. നിഫി അറിയുമോ? ഇല്ല. ആനി ജോർജ് പാസ്സാണ്. അറിയില്ല. ലൂക്കായുടെ സുവിശേഷമാണോ അറിയാം? അല്ല കുട്ടി. മോളെ, റോമ 5:5 എന്നാണ് പറയുന്നത്. പക്ഷേ ഉത്തരം എന്താണെന്ന് നോക്കാം. റോമയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. പക്ഷേ ഉത്തരം, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് റോമ 8:37 അവൻ നമ്മെ സ്നേഹിച്ചു. അവൻ നമ്മെ സ്നേഹിച്ചു എന്ന വചനത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത്. ഈ ഒരു ചാക്രിക ലേഖനം ഈ അവസാനത്തെ ചാക്രിക ലേഖനമാണ്. തിരുഹൃദയത്തെക്കുറിച്ചുള്ള ചാക്രിക ലേഖനമാണ്. ദൈവത്തിൻ്റെ മനുഷ്യ സ്നേഹത്തെക്കുറിച്ചും മനുഷ്യത്വത്തെക്കുറിച്ചുമെല്ലാം വിശകലനം ചെയ്യുന്ന ആഴമായ ദൈവശാസ്ത്രവും അതിൻ്റെ ഭക്തി എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, തിരുഹൃദയ ഭക്തിയും ഈശോയോടുള്ള ഭക്തികളും ഭക്തി കൃത്യങ്ങളും നമ്മൾ അവഗണിക്കരുതെന്നും, ഏകദേശമുള്ളൊരു ജാൻസനിസം, ആത്മീയത എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി, പ്രാർത്ഥനയുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഈ ഭക്തി കൃത്യങ്ങളൊന്നും വേണ്ട എന്ന് വിചാരിക്കുന്ന ആധുനിക ആത്മീയത അല്ലെങ്കിൽ ജാൻസനിസത്തെ ഈ ഫ്രാൻസിസ് പാപ്പ വിശേഷിപ്പിച്ചത് ഫേക്ക് മിസ്റ്റിസിസം എന്നാണ്. ഇങ്ങനെ പല ഭക്തി കൃത്യങ്ങളൊന്നും ചെയ്യാതെ, തിരുഹൃദയത്തിനോടുള്ള ഭക്തിയില്ല, ജപമാലയില്ല, കുരിശിൻ്റെ വഴിയില്ല, ഇങ്ങനെ ഭക്തി കൃത്യങ്ങളൊന്നുമില്ല, പക്ഷെ ഞാനൊരു ആത്മീയനാണ് എന്ന് പറയുന്ന ഫേക്ക് മിസ്റ്റിക്കുകളെയൊക്കെല്ലാം ചൂണ്ടിക്കാണിക്കുകയും മനുഷ്യത്വമാണ് ആത്മീയത എന്ന് പറയുകയും ചെയ്ത സുന്ദരമായ ചാക്രിക ലേഖനം അടിസ്ഥാനപ്പെടുത്തിയത് റോമാക്കാർക്കെതിരെ ലേഖനം 8-ാം അധ്യായം 37-ാമത്തെ വചനമാണ്. സുന്ദരമായ വചനഭാഗമാണെന്നുള്ളത് നമുക്കറിയാം. ഹൂ ക്യാൻ സെപ്പറേറ്റ് മീ ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ് എന്ന് തുടങ്ങുകയാണ്. അല്ലെ, ഓർമ്മയുണ്ട് എന്നറിയാം. നോക്കുക, ഉത്തരം നിങ്ങൾ ആരും പറയാതിരുന്നത് ശരിയായില്ല, സങ്കടമുണ്ട്. കാരണം ഈ ചാക്രിക ലേഖനം നമ്മളെല്ലാവരും പഠിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പല പഠന ക്ലാസ്സുകളും പലയിടത്തും നടക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കേണ്ടതായിരുന്നു. ഓക്കെ, എനിവേ, എന്നാലും നമുക്ക് വലിയൊരു കയ്യടി കൊടുക്കാം അല്ലേ? വലിയൊരു കയ്യടി കൊടുക്കാം. ബൈബിൾ വ്യാഖ്യാനത്തിൽ ചരിത്രാത്മക വിമർശന വ്യാഖ്യാന രീതി അനിവാര്യമാണെന്ന് പഠിപ്പിച്ച 20-ാം നൂറ്റാണ്ടിലെ പ്രബോധനം ഏതാണ്? എന്താണ്? ലൂക്ക 18:3-5, 20, 28, 21, 2, 3 തുടങ്ങിയ വാക്യങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഘടകം.